നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചൊക്കന മുപ്പിളി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും കർഷകരും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. ജൽ ജീവൻ പൈപ്പ് മാറ്റുന്നതിനു വേണ്ടി പൊളിച്ചിട്ട പഞ്ചായത്ത് റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. തകരാറിലായ റോഡുകൾ റീടാറിംഗ് പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരാതി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ മറ്റത്തൂർ പഞ്ചായത്തുകൾ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിച്ചു. വാർത്തകൾ വിശദമായി. ചൊക്കന മുപ്പിളി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും കർഷകരും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം ചൊക്കനയിൽ ചേർന്ന പ്രദേശവാസികളുടെ യോഗം ഇതിനായി ജനകീയ സമിതിക്ക് രൂപം നൽകി. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് ചെയർമാൻ ജോബിൾ വടാശ്ശേരി പറഞ്ഞു. നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു വക നടപടികളും സ്വീകരിക്കുന്നില്ല. രാത്രി കാലങ്ങളിലും പകൽ സമയത്ത് പോലും റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പിള്ളേരെ വരെ സ്കൂളിൽ വിട്ടാൽ വീട്ടിലെത്തിയാലാണ് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര ഭീകരമായ അന്തരീക്ഷമാണ്. ഈ വരുന്ന 23-ാം തീയതി കാലത്ത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേൽപ്പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ DF ഓഫീസിൻ്റെ മുന്നിലേക്ക് ജനകീയ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വനത്തിനുള്ളിൽ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാക്കാതെ വന്നപ്പോഴാണ് കാട്ടാനക്കൂട്ടങ്ങൾ കാടുവിട്ട് റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിക്കാൻ തുടങ്ങിയത്. ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി 100-ലേറെ കാട്ടാനകളാണ് ഇങ്ങനെ തമ്പടിച്ചിട്ടുള്ളത്. പകലും രാത്രിയിലും ഒരുപോലെ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനകൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. മുപ്പിളി പുഴയുടെ ഇരുവശങ്ങളിലുമായുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടമായി തമ്പടിച്ചിട്ടുള്ളത്. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നുന്നതിനാൽ മരങ്ങൾ നശിച്ചു പോകുകയാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്പിളി പ്രദേശങ്ങളിൽ മാത്രം 100-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി ഇത്തരത്തിൽ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. മുറിച്ചു മാറ്റുന്ന റബ്ബർ മരങ്ങൾക്ക് പകരം നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് തോട്ടമേഖലയിൽ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മനസമാധാനത്തോടെ ജോലി ചെയ്യാനോ റോഡിലൂടെ യാത്ര ചെയ്യാനോ സ്വന്തം കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാനോ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. വനംവകുപ്പോ സർക്കാരോ ഈ പ്രശ്നത്തിൽ യാതൊരു ഇടപെടലും നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ജനകീയ സമരസമിതി കൺവീനറും തോട്ടം തൊഴിലാളിയുമായ മുഹമ്മദ് അലി പറഞ്ഞു. പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു 5 വർഷം മുമ്പ് വരെ 3-4 ആനകളുണ്ടായത് ഇപ്പോൾ 60-70 ആനകൾ ഓരോ ദിവസവും തോട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരൊരു പ്രതിഷേധം അനിവാര്യമായ ഘട്ടത്തിലാണ് ഞങ്ങൾ സൂര്യ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ഇത് സ്വയം ഏറ്റെടുത്ത് ജനങ്ങളത് അംഗീകരിച്ച് ജനങ്ങൾ കൂട്ടത്തോടെ വരുന്നൊരു സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വന്യമൃഗങ്ങളെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായ സ്ഥിതിയാണ് നായാട്ടുകുണ്ട് ചൊക്കന മേഖലയിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നായാട്ടുകുണ്ട് പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ സാഹചര്യമാണ്. ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിട്ടുവരാനും പോകുമ്പോഴെല്ലാം റോട്ടിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ആനകളുടെ നിൽപ്പ് അത് ഞങ്ങൾ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഈ വരുന്ന 23-ാം തീയതി ചാലക്കുടി DFO ഓഫീസിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 23-ന് ചാലക്കുടി DFO ഓഫീസിലേക്ക് പ്രദേശവാസികൾ മാർച്ചും തുടർന്ന് പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും.
ജൽജീവൻ പൈപ്പ് മാറ്റുന്നതിന് വേണ്ടി പൊളിച്ചിട്ട പഞ്ചായത്ത് റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് അംഗം CP സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുമ ഷാജു അധ്യക്ഷത വഹിച്ചു. അനൂപ് മാത്യു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമാദാസൻ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ പുതുക്കാട് പഞ്ചായത്തിലെ 3 വാർഡ് ഒഴികെയുള്ള മറ്റെല്ലാ വാർഡുകളിലും ഈ ജലജീവൻ്റെ പൈപ്പ് മാറ്റുന്നതിന് വേണ്ടി റോഡ് പൊളിച്ചിട്ട് അത് ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശ്രമവും ഈ ജലജീവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ജലജീവൻ്റെ ഉദ്യോഗസ്ഥരെയോ അതിൻ്റെ കോൺട്രാക്ടറെയോ വിളിച്ച് പഞ്ചായത്ത് തലത്തിൽ ഒരു ചർച്ച നടത്തി അതിനുവേണ്ടി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ഇടപെടലുകളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. പഴയ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ ഇടാൻ വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ ഇതുവരെയും 2 വർഷമായി അത് പൊളിച്ചിട്ടുണ്ട്. ഇതുവരെയും അത് സഞ്ചാരയോഗ്യമാക്കാൻ അതിന് പിന്നാലെ നടന്ന് അത് ചെയ്തപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഇതിലിടപെടുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നുള്ള ഉദാഹരണമാണ് ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കേണ്ടി വന്നത്. ഞങ്ങൾക്ക് വാർഡുകളിൽ നിന്ന് വളരെയധികം സമ്മർദ്ദമുണ്ടെന്ന് മാത്രമല്ല വാർഷിക പദ്ധതിയിലൂടെ ഇപ്പോൾ നടത്തേണ്ട റോഡുകളുടെ പണി നടക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. അത് ലാപ്സായി പോകാനാണ് ഇപ്പോൾ സാധ്യത. അത് വളരെയധികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ 2 വർഷത്തോളമായി ജലജീവൻ്റെ ഇവിടെ പൈപ്പ് മാറ്റിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് പറഞ്ഞ് അത് നമുക്ക് പുനർനിർമ്മിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ പൈപ്പ് പൊളിക്കാൻ സമ്മതം പല വാർഡുകളിലും കൊടുത്തത്. പക്ഷേ ഇതുവരെ 2 വർഷമായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അതിൽ ഇടപെടൽ ശേഷിയുടെ ഒരു പോരായ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം ഇതുപോലുള്ള റോഡുകളുടെ അവസ്ഥകൾ അവരത് പണിത് പഴയ രീതിയിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക എന്ന ഒരവസ്ഥയുണ്ട്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ പ്രവൃത്തികളുടെ ഭാഗമായി തകരാറിലായ റോഡുകൾ റീടാറിംഗ് പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജിന്റെ നേതൃത്വത്തിൽ പരാതി നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചതുമൂലം പഞ്ചായത്തിലെ പല റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായതാണ് പരാതി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, CC സോമസുന്ദരൻ, ഷാജു കാളിയങ്കര, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ എന്നിവരും സന്നിഹിതരായി. അല്ലാത്തപക്ഷം ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുന്നതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തും ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് സുനിത അജയ് ഘോഷ്, പഞ്ചായത്ത് വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MS വിനയൻ, ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, പഞ്ചായത്ത് അംഗം മിനി സുധീഷ്, സെക്രട്ടറി MP ചിത്ര, ആളൂർ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J അല്ലി പ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു. കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ദിവസം ആത്മാർത്ഥമായിട്ട് കൂടെയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. രോഗികളും ഭാരം വഹിക്കുന്നവരും അത് വഹിക്കുന്ന കുറേ ജനവിഭാഗങ്ങളുണ്ട്. അതിദരിദ്രരായിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് പാലിയേറ്റീവ് ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗങ്ങളെല്ലാവരെയും തന്നെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ബ്ലോക്കിലും കൂടി ഒരു പരിപാടി ഉള്ളതുകൊണ്ട് പങ്കെടുക്കുവാനായിട്ട് അല്പം വൈകും എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ഈ വേദിയിൽ ഇല്ലാത്തത്. എന്തായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണ്. ഒരു
മൗലികാവകാശം പോലെയുള്ള അവകാശമാണ് പാലിയേറ്റീവ് കെയർ. അത് ഔദാര്യമല്ല. പാലിയേറ്റീവ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആസന്നമായ അവസാന കാലഘട്ടത്തിൽ വളരെ സ്വസ്ഥവും സമാധാനവുമായ രീതിയിൽ എല്ലാവിധ പരിചരണം കിട്ടണം എന്നുള്ളത് ഒരാശയമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായ പാലിയേറ്റീവ്. ലോക പാലിയേറ്റീവ് ദിനത്തിൽ ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആളൂർ ജംഗ്ഷനിലേക്ക് ജാഥ സംഘടിപ്പിച്ചു. തുടർന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MS വിനയൻ സാന്ത്വന പരിചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അല്ലി പ്ലാക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, MLSPമാർ, പാലിയേറ്റീവ് കെയർ നഴ്സ്, ആശാപ്രവർത്തകർ എന്നിവർ ജാഥയിൽ പങ്കെടുത്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ദിനാചരണ പരിപാടിയുടെ ഭാഗമായി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കോടാലിയിൽ പാലിയേറ്റീവ് സ്നേഹ സംഗമം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സൻല ഉണ്ണികൃഷ്ണൻ, VS നിജിൽ, ഷൈബി സജി, സാമൂഹിക ആരോഗ്യ കേന്ദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TR ശ്രുതി, ഡോക്ടർ കാർത്തിക് കൃഷ്ണൻ, ഡോക്ടർ PC പ്രമോദ്, ഡോക്ടർ KK വിനോദ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ IQACയുടെയും NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. ജില്ലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ K അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പാൾ K കരുണ അധ്യക്ഷത വഹിച്ചു. കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും പാലിയേറ്റീവ് കെയർ പരിശീലനം നൽകുന്ന പ്രോജക്റ്റായ ആർദ്രം പരിപാടിക്ക് വേണ്ട MOU ചടങ്ങിൽ ഒപ്പുവെച്ചു. പാലിയേറ്റീവ് സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികൾ സംഭരിച്ച തുക കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി കൈമാറി. തുടർന്ന് പാലിയേറ്റീവ് കെയർ ട്രെയിനറായ അഖിൽ വത്സരാജൻ സാന്ത്വന പരിചരണം എങ്ങനെ എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാകരൻ ഒറ്റാലി, അജിത സുധാകരൻ, വിജിത ശിവദാസൻ, മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, അംഗം സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PH മുഹമ്മദ്, ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, IRTC കോർഡിനേറ്റർ PT ആര്യ, RGSA കോർഡിനേറ്റർ അശ്വതി, നവകേരളം കോർഡിനേറ്റർ ഹരിതകർമ്മസേന അംഗങ്ങൾ, മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC വിദ്യാർത്ഥികൾ, ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ എന്നിവർ പങ്കാളികളായി. അളകപ്പ് നഗറിൽ ഹാഷിഷ് ഓയിലുമായി യുവാക്കൾ പിടിയിൽ. ആമ്പലൂർ കൈതവളപ്പിൽ 21 വയസ്സുള്ള വികാസ്, വെണ്ടോർ മാടമ്പി വീട്ടിൽ 21 വയസ്സുള്ള അനക്സ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അളകപ്പ് നഗർ NTC മില്ലിന് പുറകുവശത്ത് ആൾ താമസമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സുകളിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു ഇവർ. പ്രതികൾക്ക് ലഹരി വസ്തുക്കൾ നൽകിയവരെയും സംഘാംഗങ്ങളെയും കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. പുതുക്കാട് SHO സജീഷ് കുമാർ, GSCPOമാരായ VD അജി, KM നിധീഷ്, CPO PA അരുൺ, സ്പെഷ്യൽ ബ്രാഞ്ച് GSI KK വിശ്വനാഥൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചെങ്ങന്നൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 22-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 21 രാവിലെ 6:30 വിശുദ്ധ കുർബാന, അമ്പുവെഞ്ചിരിപ്പ്, കൂടുതുറക്കൽ ചടങ്ങുകൾ നടത്തും. ഫാദർ സനു കളത്തുപറമ്പിൽ കാർമ്മികനായി. രാത്രി 7-ന് വേസ്പര, വർണ്ണമഴ, രാത്രി 11-ന് അമ്പ് സമാപനം. തിരുനാൾ ദിനമായ ജനുവരി 22-ന് രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10:30 ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികനായി ആഘോഷമായ തിരുനാൾ കുർബാന ഉണ്ടായിരിക്കും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകും. ഫാദർ സനു കളത്തുപറമ്പിൽ സഹകാർമ്മികനാകും. വൈകുന്നേരം 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലിൻഡേഷ് വെല്ലപ്പാടി കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡ് വാദ്യം എന്നിവ നടക്കും. 23-ന് രാവിലെ 6-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലി. വൈകുന്നേരം 4:30 ജപമാല, വിശുദ്ധ കുർബാന, വൈകിട്ട് 7-ന് ഗാനമേള എന്നിവ ഒരുക്കും.
പള്ളിയിലെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടവകയിലെ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വെഞ്ചിരിപ്പും താക്കോൽ ദാനവും 20-ന് രാവിലെ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജിജോ മുരിങ്ങത്തേരി, ജനറൽ കൺവീനർ ഡേവിസ് വെല്ലപ്പാടി, ട്രസ്റ്റിമാരായ ജോണി തോട്ടാൻ, പോളി വിരുത്താക്കപ്പറമ്പിൽ, ബാജി പള്ളത്ത് എന്നിവർ പങ്കെടുത്തു. ചെങ്ങന്നൂർ പരിശുദ്ധ കർമ്മല മാതാവിന്റെ ഇടവക ദേവാലയത്തിലെ മധ്യസ്ഥരായ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും 155ാമത് സംയുക്ത തിരുനാൾ ജനുവരി മാസം 20, 21, 22, 23 തീയതികളിൽ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ കൊടികയറ്റം ജനുവരി 13-ാം തീയതി വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയോടുകൂടെ കാരുണ്യഭവൻ ചെങ്ങന്നൂർ കാരുണ്യഭവൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് കണ്ണമ്പ്ലാക്കൽ നിർവഹിക്കുകയുണ്ടായി. 30ഓളം യൂണിറ്റുകളിലെ അമ്പ് പ്രദർശനം വൈകിട്ട് 10 മണി 11 മണിയോടുകൂടി പള്ളി അങ്കണത്തിൽ സമാപിക്കുകയും അതിനുശേഷം സ്കൂൾ അങ്കണത്തിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ബാൻഡ് വാദ്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് 21-ാം തീയതി വൈകിട്ട് 11 മണിക്ക് ശേഷം ദിവ്യബലിയോടുകൂടി പ്രദർശനം ആരംഭിക്കുകയാണ്. 300 കുട്ടികളും കുട്ടികളടക്കം പ്രായമായവരടക്കം ചേരുന്ന മനോഹരമായ പ്രദർശനമാണ്. അത് 7 മണിക്ക് പ്രദർശനം കയറി കഴിഞ്ഞാൽ വർണ്ണമഴ ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച 8 മണിക്ക് പാലം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഗാനമാണ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 16-ാം തീയതി നാടകം കോഴിക്കോട് രംഗഭാഷയുടെ തൈത്തേരുവ് എന്ന നാടകം. കൊടകര സെന്റ് ജോസഫ് പള്ളിയിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് ജനുവരി 20 തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ് ലില്ലി എഴുന്നള്ളിപ്പ്, ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് കൈരളി ചാലക്കുടിയുടെയും ന്യൂ വോയ്സ് പാലയുടെയും സൗഹൃദ ബാൻഡ് മേളം, 6:30-ക്ക് ലതീഞ്ഞ്, 7 മണിക്ക് അമ്പ് പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ വനിതകൾ നയിക്കുന്ന മേളവും മേൽപ്പാലം ജംഗ്ഷനിൽ ഫ്യൂഷനും നടത്തുന്നുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ കൺവീനർ വിൽസൺ മഞ്ഞളി, കൺവീനർമാരായ ക്ലീറ്റസ് വടക്കേത്തല, സരിൻ താണിശ്ശേരിക്കാരൻ, ബാബു കണ്ണുകാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന ഹൈലൈറ്റായ ടൗണമ്പ് ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ച വിപുലമായ പരിപാടികളാണ്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ പണികൾക്ക് കണ്ണിന് വിരിഞ്ഞും മനസ്സിന് ആസ്വദിക്കാൻ പറ്റാവുന്ന പല പരിപാടികളായിട്ടാണ് ആഘോഷിക്കുകയാണ്. കാലത്ത് 9 മണിക്ക് അമ്പ് ലില്ലി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എഴുന്നള്ളിക്കും. അതിനുശേഷം അത് ഫ്രണ്ട്സും കുടുംബവും കമ്പനി പഠിച്ചിട്ട് സൗഹൃദ കലാവേദി ഉൾക്കാണി ഗ്രവ്യ കലാകാരി സമിതി ഗാന്ധിനഗർ, ന്യൂ വോയ്സ് കാവിൽപ്പാടം, യൂത്ത് വിങ് വഴിയമ്പലം എന്നീ സെറ്റുകൾ നമ്മുടെ പ്രദർശനത്തോടൊപ്പം വൈകിട്ട് ഒന്നിച്ച് ഇതിൽ അണിചേർന്ന് ഒരുമിച്ചാണ് എല്ലാ പ്രദർശനവും ഒരുമിച്ച്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാനാജാതി മനസ്സിൽ എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു പ്രാദേശിക ഉത്സവമാണ് ഈ കൊടകരയിലെ ടൗണമ്പ്. കൊടകരയിലെ ഷഷ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആസ്വദിക്കാൻ വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ്. ഞങ്ങൾ സെറ്റിൽ അണിയേരുന്നത് പ്രധാന പ്രോഗ്രാമായ 30ഓളം കലാകാരന്മാരും അതിൽ 15ഓളം വനിതകളുടെയും ഒരു സ്പെഷ്യൽ ബാനർ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ നമുക്കൊരു ബീൻ ജോൺ എന്ന ഒരു കമ്പനിയുടെ ഒരു ഫ്യൂഷൻ ഉണ്ടായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി മത്സരം 2K25 സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഫോട്ടോകളാണ് അയക്കേണ്ടത്. ഒരാൾക്ക് ഒരു എൻട്രി മാത്രം. മൊബൈൽ ഫോണിലോ ക്യാമറയിലോ എടുത്ത ചിത്രങ്ങൾ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പരിഗണിക്കുന്നതില്ല. അയക്കുന്ന ചിത്രങ്ങളോടൊപ്പം പൂർണ്ണ മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണെന്നും ജനുവരി 21 വൈകിട്ട് 7 മണി വരെ എൻട്രികൾ അയക്കാവുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തിരഞ്ഞെടുക്കുന്ന 3 ചിത്രങ്ങൾക്ക് ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ അയക്കേണ്ട ഫോൺ നമ്പർ 9539787101. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രസാദ്, സെക്രട്ടറി TG അജോ, ട്രഷറർ ഡിനോ കൈനാടത്ത് എന്നിവർ സംബന്ധിച്ചു. കൊടകര പ്രസ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം 25-ക്ക് കൊടകര ഫൊറോന ദേവാലയത്തിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം നടത്തുന്നതാണ്. കൊടകര പ്രസ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം
25K നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. കൊടകര ഫൊറോന പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഫോട്ടോകളാണ് മത്സരത്തിന് അയക്കേണ്ടത്. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമാണ് അയക്കാൻ പാടുള്ളൂ. മൊബൈലിലോ ക്യാമറയിലോ എടുത്ത ചിത്രങ്ങൾ മത്സരത്തിന് പരിഗണിക്കുന്നതാണ്. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു വരുന്ന കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ക്യാമ്പിന് അളഗപ്പനഗർ കൃഷിഭവനിൽ തുടക്കമായി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ പ്രിൻസി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ജനുവരി 28 വരെ ക്യാമ്പ്. കൊടകര ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലെയും കൃഷിഭവന് കീഴിലുള്ള കേടായ കാർഷിക യന്ത്രങ്ങൾ കൊടകര ബ്ലോക്കിന് കീഴിലെ വിവിധ കൃഷിഭവനുകളിൽ വെച്ച് ഈ ക്യാമ്പിൽ അറ്റകുറ്റപ്പണി തീർത്തു നൽകും. ഈ സേവനം തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. എന്നാൽ ഏതെങ്കിലും സ്പെയർ പാർട്സുകൾ ആവശ്യമായി വന്നാൽ ആ ചെലവ് കർഷകർ മാത്രമാണ് വഹിക്കേണ്ടത്. കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ യു ജയകുമാരന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരാണ് ഈ ക്യാമ്പിന് നേതൃത്വം വഹിക്കുന്നത്. ബ്രഷ് കട്ടർ, സ്പ്രെയർ പോലുള്ള ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പ് ഓഫീസിൽ എത്തുകയാണെങ്കിൽ പരിശോധിച്ച് അറ്റകുറ്റപ്പണി തീർത്ത് പ്രവർത്തന സജ്ജമാക്കും. ട്രാക്ടർ, ടില്ലർ പോലുള്ള വലിയ കാർഷിക യന്ത്രങ്ങൾ അതാത് സ്ഥലത്ത് ചെന്ന് പരിശോധിച്ച് അറ്റകുറ്റപ്പണി തീർത്തു നൽകും. ഈ ക്യാമ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനായി കർഷകർ അതാത് കൃഷിഭവനുകളുമായോ കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷനുമായി ബന്ധപ്പെടുക. അളഗപ്പനഗർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സി അരുണ, പ്രോജക്ട് അഗ്രികൾച്ചർ എഞ്ചിനീയർ VS ശ്വേത എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9544432984 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൊടകര കോടാലി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഓവർലേ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി KK രാമചന്ദ്രൻ MLA നേരിട്ടെത്തി വിലയിരുത്തി. 1,20 ലക്ഷം രൂപയാണ് ഓവർലേ പ്രവൃത്തികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയും MLAക്കൊപ്പം സന്ദർശനം നടത്തി. പുത്തൂർ പഞ്ചായത്ത് കള്ളായിക്കുന്ന് വല്ലൂർ കുത്ത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS ബാബു, മിനി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ TK ശ്രീനിവാസൻ, PS സജിത്ത്, ഷാജി വാരപ്പെട്ടി, TA ആരോഷ് എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് വൈകിട്ട് 6:30 വ്യാഴാഴ്ച കൊടിയേറും. ഫാദർ ജോസ് നെടുമ്പാറ, ഫാദർ ജോസ് ഐനിക്കൽ, ഫാദർ ആന്റണി മേനാച്ചേരി എന്നിവർ കാർമ്മികരാകും. ജനുവരി 25, 26 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കും. ഭരത പരിശുദ്ധ തൃത്വത്തിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ തൃത്വത്തിന്റെയും തിരുനാൾ ഈ മാസം 18, 19 തീയതികളിലായി ആഘോഷിക്കും. പോക്കറ്റ് കാലിയാക്കുമോ ക്രെഡിറ്റ് കാർഡ്? അധിക ചെലവുകൾ എന്തൊക്കെ? ക്രെഡിറ്റ് കാർഡ് മൂലമുള്ള അധിക ചെലവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റിപ്പോർട്ട് കാണാം. ക്രെഡിറ്റ് കാർഡുകൾ ഇല്ലാത്തവർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വളരെയധികം സഹായകരമാണ്. ഇതിനു പുറമെ റിവാർഡ് പോയിന്റുകൾ, ക്യാഷ് ബാക്ക് തുടങ്ങിയ ആനുകൂല്യങ്ങളും ക്രെഡിറ്റ് കാർഡുകൾ വഴി ലഭിക്കും. അതേസമയം തന്നെ ക്രെഡിറ്റ് കാർഡ് കൈവശം വയ്ക്കുമ്പോൾ ചില ചെലവുകൾ കൂടി അതിനോട് അനുബന്ധമായി ഉണ്ടാകാറുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ മൂലമുള്ള അധിക ചെലവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ക്രെഡിറ്റ് കാർഡ് ബിൽ കൃത്യമായ സമയത്ത് പൂർണ്ണമായും അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ സാധാരണയായി കുടിശ്ശിക തുകയ്ക്ക് പലിശ ഈടാക്കും. ഈ പലിശ നിരക്ക് പല ഇടപാടുകളിലും വളരെ ഉയർന്നതായിരിക്കും. പലപ്പോഴും ഇത് മൊത്തം കുടിശ്ശിക തുകയുടെ 1% വരെ ആകാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുമ്പോൾ ബാങ്ക് അതിന് വാർഷിക ഫീസ് കൂടി ഈടാക്കും. പല ബാങ്കുകളിലും പല നിരക്കുകളാണ്. ചില ബാങ്കുകൾ പക്ഷേ വാർഷിക ഫീസ് ഈടാക്കാറില്ല. നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ സാധാരണ ക്രെഡിറ്റ് കാർഡുകളെ അപേക്ഷിച്ച് ഉയർന്ന വാർഷിക ഫീസ് ഈടാക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിന് ബാങ്കുകൾ ഫീസ് ഈടാക്കും. മൊത്തം തുകയുടെ 2.5% വരെ ഫീസ് ചുമത്താൻ സാധ്യതയുണ്ട്.
ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിന്റെ അടവ് വൈകിയാൽ ബാങ്കുകൾ ഫീസ് ഈടാക്കും. വാർഷിക ഫീസ്, EMI-കളുടെ പ്രോസസ്സിംഗ് ഫീസ്, പലിശ തുടങ്ങിയ നിരവധി ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിൽ GST ഈടാക്കും. ഏതാണ്ട് 18% വരെയാണ് ഈ നികുതി. രാജ്യത്തിന് പുറത്തുള്ള പണമിടപാടുകൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബാങ്കുകൾ ഇതിന് പ്രത്യേക ഫീസ് ഈടാക്കും. ഇത് ആകെ തുകയുടെ 1.5% മുതൽ 3% വരെ ആകാം. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റ് കോഴ്സായ 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലാണ് കോഴ്സ് നടക്കുന്നത്. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 7994926081. ചാലക്കുടി വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വിഷയത്തിൽ NTC അഥവാ NACയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജനുവരി 20 രാവിലെ 10 ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 048027000816, മൊബൈൽ 9497061668. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. കൊടകര ആലത്തൂർ പാണപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഗോവിന്ദൻകുട്ടി ഭാര്യ അമ്മിണി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുരളീധരൻ, സ്മിത, ബിന്ദു, സിന്ധു, നിഷ, രമ്യ, പരേതനായ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളും. ലക്ഷ്മിഭായ്, ഉണ്ണികൃഷ്ണൻ, രാമകൃഷ്ണൻ, അജിത്ത്, സിബീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്കന മുപ്പിളി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും കർഷകരും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. ജൽജീവൻ പൈപ്പ് മാറ്റുന്നതിനു വേണ്ടി പൊളിച്ചിട്ട പഞ്ചായത്ത് റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. തകരാറിലായ റോഡുകൾ റീടാറിംഗ് പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരാതി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ, മറ്റത്തൂർ പഞ്ചായത്തുകൾ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.